ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് നസ്ലിൻ ഫ്രം ആലപ്പുഴ ജിംഖാന. ലെറ്റ്സ് ഗെറ്റ് റൈറ്റ് ഇൻടു ഇറ്റ്. റെക്റ്റാങ്കിളായിട്ടൊരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട് അപ്രോക്സിമേറ്റ്ലി ഫേസിൻ്റെ സൈസിൽ. അതിൻ്റെ നടുക്കുന്ന ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും 2 ലൈൻസ് ഇട്ടിട്ടുണ്ട്, ഓൾമോസ്റ്റ് സെൻറ്റർ പാർട്ടീഷൻ പോലെ. ഹൊറിസോണ്ടലായിട്ടിരിക്കുന്ന വരയുടെ നടുക്കാണ് ഞാൻ ഐ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ പണ്ട് വരച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ യൂഷ്വലി ഷേപ്സ് റെക്റ്റാങ്കിൾസ് ഒന്നും വരയ്ക്കാതെ ഡയറക്റ്റ്ലി ഞാൻ കണ്ണ് തന്നെയാണ് വരച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എനിക്ക് കണ്ണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്ലൈൻസ് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസസ് മെഷർ ചെയ്യാനൊന്നും ഒരു റെഫറൻസ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ലൈൻസൊക്കെ വരയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ വീണ്ടും ഞാൻ ഐസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണാൻ ഞാൻ അത്യാവശ്യം നല്ല ഡീറ്റെയിലാണ് വരച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ യൂഷ്വലി സ്റ്റാർട്ട് ഓഫ് ചെയ്യുമ്പം ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഐസിന് പകരം എല്ലാത്തിനും ജസ്റ്റ് പ്ലേസ് ഹോൾഡേഴ്സ് മാത്രം വെച്ചാൽ മതി. അതായത് നമ്മുടെ സ്കളിൽ വരുന്ന വട്ടം പോലെ ഹോൾസ് മാത്രം ഐസിനിട്ടിട്ട് ബാക്കിയുള്ള ഫീച്ചേഴ്സിലോട്ട് പ്രോഗ്രസ് ചെയ്യാവുന്നതാണ്. നോസ് വരയ്ക്കുമ്പം ഞാൻ പെൻസിലിനെ കഴിഞ്ഞും കൂടുതൽ എൻ്റെ സ്മഡ്ജിങ് ടൂളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം നോസും മൗത്തും എല്ലാം കൂടുതലും ഷേപ്സ് പോലെയാണ് വരുന്നത്. അപ്പം നമ്മളതിൻ്റെ ഷാഡോസും അതുപോലെ ബ്ലോക്സും എല്ലാം നമ്മളതിന് പ്ലേസ് ഹോൾഡേഴ്സ് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഓവറോൾ ഫേസിൻ്റെ ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. നമ്മൾ പോർട്രേറ്റ്സ് ഡ്രോ ചെയ്യുമ്പം പ്രോസസ്സ് എപ്പോഴും ഒരു ഇറ്ററേറ്റീവ് പ്രോസസ്സാണ്. ഒരു ഫസ്റ്റ് പാസ് നമ്മൾ കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഫസ്റ്റ് പാസ്സിൽ ഐസ് വെറുതെ ഹോൾസ് പോലെ ഇട്ടാലും മതി. അങ്ങനെ നമ്മൾ ഒരു ഫുൾ ഫ്രെയിം വരയ്ക്കും. ഐസിനും നോസിനും മൗത്തിനും എല്ലാം പ്ലേസ് ഹോൾഡേഴ്സ് വരയ്ക്കും. സെക്കൻഡ് പാസ് നമ്മൾ പോവും, എല്ലാം നമ്മൾ റിഫൈൻ ചെയ്യും. തേർഡ് പാസ് പോവും. അങ്ങനെ നമ്മളിതൊരു ഇറ്ററേറ്റീവ് ആയിട്ടുള്ളൊരു റിഫൈനിങ് പ്രോസസ്സാണ്. ഷാഡോസ് വരുന്നത് ഫേസിലെ ഓരോ ഭാഗത്തെ നമ്മളെ മസിൽസ് വരുന്നതും നമ്മളുടെ ഫേസിൻ്റെ കോൺടൂറിങ് വരുന്നതിനുമൊക്കെ നമ്മളുടെ ഷാഡോ പോലെ ബ്ലോക്ക് ചെയ്തിടുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം നമുക്ക് മെഷർമെൻറ്റ്സ് കുറച്ചുകൂടി നല്ലതായിട്ട് ഒബ്സർവ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. മുടിയെല്ലാം നമ്മൾ ഫസ്റ്റ് പാസിൽ ഒരു ഷേപ്സ് എല്ലാ ഷേപ്സാണ് നമ്മൾ വരയ്ക്കുമ്പോൾ എല്ലാം ഷേപ്സാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പം നമ്മളിപ്പോൾ ചെവി വരയ്ക്കുമ്പോഴും ഈവൻ കണ്ണ് വരയ്ക്കുമ്പോഴും അത് ചെവിയായിട്ടും കണ്ണായിട്ടും നമ്മൾ കാണുന്നതിന് പകരം അത് അതിൻ്റെ ഷേപ്സ് ജസ്റ്റ് ഷേപ്പ് മാത്രം പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മുടെ റെഫറൻസ് ഇമേജ് നോക്കി വരയ്ക്കുമ്പം കുറച്ചുകൂടി ആക്യുറേറ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. മൗത്തും പല്ലും എല്ലാം വരയ്ക്കുന്നത് ആക്ച്വലി അത്യാവശ്യം കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഈവൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് പോലും കുറച്ച് കഷ്ടപ്പെടുന്ന ഏരിയയാണ്. ഏറ്റവും മിനിമൽ ഷെയ്ഡിങ്ങും ഷാഡോസും കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. ഒറിജിനൽ ഇമേജ് നമ്മളെടുത്ത് നോക്കിയാൽ ഒരു സൈഡിലോട്ടാണ് കണ്ണ് നോക്കുന്നത്. തലയുടെ ഫുൾ ഓറിയൻറ്റേഷൻ ഒരു സൈഡിലോട്ടും, അതേപോലെ ക്യാമറയുടെ ആംഗിൾ കുറച്ച് താഴ്ന്നുമാണ് ഇരിക്കുന്നത്. അപ്പം ഇത് കുറച്ച് കോംപ്ലക്സ് ആയിട്ട് ഉള്ള ഒരു ഇമേജാണ്. അപ്പം ഞാൻ ഫസ്റ്റ് വരയ്ക്കുമ്പം എൻ്റെ പെർസ്പെക്റ്റീവ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ലായിരുന്നു. എസ്പെഷ്യലി നമ്മളുടെ ഡ്രോയിങ് ബുക്ക് നമ്മൾ നേരെ ഹൊറിസോണ്ടലായിട്ട് ടേബിളിൽ പ്ലേസ് ചെയ്തിട്ടാണ് ഞാനത് വരച്ചിരിക്കുന്നത്. അങ്ങനെ വരയ്ക്കുമ്പോഴുള്ള പ്രശ്നം നമുക്ക് ഇങ്ങനത്തെ പെർസ്പെക്റ്റീവ്സ് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അപ്പം നമ്മളുടെ ആ ഡ്രോയിങ് ബുക്ക് കുറച്ചൊരു സ്ലാൻഡിങ് ആയിട്ട് വെച്ച് വരയ്ക്കുമ്പോഴായിരിക്കും നമുക്ക് ബെറ്റർ പെർസ്പെക്റ്റീവ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ആളുകൾ യൂഷ്വലി ഡ്രോയിങ് ബോർഡ്സൊക്കെ യൂസ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് പാസിൽ ഇമേജ് ഇരുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. സോ ഞാൻ റിഫൈൻമെൻറ്റ്സ് ചെയ്തു. ചീക്സിൻ്റെ ഭാഗമൊക്കെ ഓവറോൾ ഷേപ്പ്, ഷാഡോസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തു. അങ്ങനെ ഫൈനൽ പാസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 100% റെഫറൻസ് ഇമേജ് പോലെ അല്ല ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ 100% അച്ചീവ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ ഫോട്ടോയിലുള്ള ആളുടെ ഫീച്ചേഴ്സും ഫേസും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ഇമേജ്.